വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഹലോ ഹലോ ഹലോ, ആരാ? ഓ എന്റെ പൊട്ടിക്കാലി, ഇത് ഞാനാ ഗീതു. എന്റെ നമ്പർ നീ ഫീഡ് ചെയ്തിട്ടില്ലേ? എടി അത് പിന്നെ എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയിരിക്കുവാ, അതുകൊണ്ടാ. നീ ആദ്യം തന്നെ ആ തല്ലിപ്പൊളി ഫോൺ വലിച്ച് കാട്ടിക്കളേ, എന്നിട്ടൊരു സാംസങ് ഗ്രാൻഡ് ഫോൺ വാങ്ങിച്ചു തരാൻ നിന്റെ പപ്പയോട് പറയേ. ആ പിന്നെ ഞാൻ വിളിച്ചത്, നീ എന്തെന്ന് കോളേജിൽ വരാതിരുന്നേ? ഓ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ആ പിന്നെ നീ ഗോവൻ ടൂറിന് വരുന്നുണ്ടോ ഇല്ലയോ? നമ്മുടെ ഗ്യാങ് കംപ്ലീറ്റ് ഉണ്ട്. അത് ഞാൻ നാളെ കോളേജിൽ വരുമ്പോ പറയാം. ദേ ചോദിക്കാനും പറയാനും നിൽക്കണ്ട, ഞങ്ങൾ അതങ്ങ് ഫിക്സ് ചെയ്തു. അതുകൊണ്ട് നീ വന്നേ പറ്റൂ. അല്ലടി മോളെ എടി ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്റെ അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഞാൻ ഇവിടെ ഫോണിൽ സംസാരിക്കുന്ന കാണാൻ പാടില്ലേ? അതിനിടയിൽ ഒരു മാനേഴ്സും ഇല്ലാതെ. മനുഷ്യരായാലേ കുറച്ചൊക്കെ കോമൺ സെൻസ് വേണം. അതെങ്ങനെയാ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. പ്രഭാഷകൻ 3-ാം അധ്യായം 4-ാം വാക്യം. മോളെ, എന്തിനാ മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്ക് ചായ എടുത്തു വെച്ചിട്ട് കുറെ നേരമായി. വിളിച്ചിട്ട് നിന്നെ കാണാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചു വന്നത്. കണ്ടില്ലെങ്കിൽ ഉടനെ അന്വേഷിച്ചു വരുന്ന എന്തിനാ? പിന്നാലെ നടന്ന് കഴിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് കഴിക്കും. അതിനിങ്ങനെ വിളിച്ചു കൂവി ശല്യം ചെയ്യണമെന്നൊന്നുമില്ല. എനിക്കറിയില്ലായിരുന്നല്ലോ മോളെ നീ അവിടെ ഫോൺ ചെയ്യാണെന്ന്. കിടക്കാവുന്ന ഞാൻ കരുതിയത്. അതറിയണമെങ്കിലേ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് വാതിലൊന്നും മുട്ടാനുള്ള മര്യാദയെങ്കിലും ഉണ്ടാവണം. പോട്ടെ, ക്ഷമിക്ക്, എന്റെ തെറ്റ് തന്നെയാ. മോള് വാ, വന്ന് ചായ കുടിക്കേ. എനിക്ക് വേണ്ട. എന്താ മോളെ, അമ്മ ക്ഷമ പറഞ്ഞില്ലേ? വന്ന് ചായ കുടിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് കയറിയിരിക്കുക. എന്താ മോളെ കാര്യം? നീ അമ്മയോട് പറയേ. എന്തു പറയാൻ? അല്ലേ തന്നെ പറഞ്ഞിട്ട് എന്തിനാ? ഫ്രണ്ട്സിന്റെയൊക്കെ മുന്നിൽ എന്നും നാണം കിടാനേ നേരമുള്ളൂ. മോളെ, കാര്യം എന്താണെന്ന് പറയാതെ ഞാൻ എങ്ങനെയാ? ഓ, അതിനെ അറിയാത്തതിന്റെ കുറവേ ഉള്ളൂ. അല്ലേ തന്നെ അറിയാഞ്ഞിട്ടല്ലോ. എത്ര തവണയായി ഞാൻ പറയുന്നു എനിക്കൊരു പുതിയ ഫോൺ മേടിച്ചു തരാൻ. ഈ പൊട്ട ഫോണും കൊണ്ട് കോളേജിലേക്ക് പോകാൻ തന്നെ നാണാവുക. ഈ ഫോൺ കാണുമ്പോ തുടങ്ങും പിള്ളേര് കളിയാക്കാൻ. നിങ്ങൾക്കാവൊന്നും അറിയണ്ടല്ലോ. ഫ്രണ്ട്സിന്റെ മുമ്പിൽ നാണം കിടുന്നത് ഞാനല്ലേ? എന്താ മോളെ കാര്യമെന്ന് ഒരു കാര്യം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഫോൺ ചെയ്യുന്നത്? അത്യാവശ്യം കോള് ചെയ്യാൻ ഈ ഫോൺ തന്നെ ധാരാളം മതി. ഇത് തന്നെയാ കുഴപ്പം. നിങ്ങൾക്കെല്ലാം കോൾ ചെയ്യാൻ വേണ്ടി മാത്രമാ ഫോൺ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇപ്പോഴത്തെ പിള്ളേര് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കോൾ ചെയ്ത് മാത്രമല്ല, അതിലേറെ വാട്സപ്പിൽ കൂടിയാ. അത് ഇതിനകത്ത് പറ്റുമോ? പോട്ടെ, അത്യാവശ്യം ഒന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കാനെങ്കിലും പറ്റുമോ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഒരു പരിധിവരെ കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. ഇപ്പോഴത്തെ കാലമാ. പഠിപ്പിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാൻ വേറൊന്നും വേണ്ട. എന്തു പറഞ്ഞാലും കുറെ ഉപദേശിക്കാൻ മാത്രം അറിയാം. ഇത് കേട്ട് കേട്ട് മനുഷ്യന് മതിയായി. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടോ.
കുഞ്ഞുമക്കളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശമനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിനു കാരണം അവന്റെ ചുണ്ടുകളാണ്. പ്രഭാഷകൻ 23-ാം അധ്യായം 7-ാം വാക്യം. ആ വാടാ, നീയായിരുന്നു. അളിയനെന്തേച്ചി? അളിയൻ പുറത്തേക്ക് പോയിരിക്ക. അവളോ? അകത്തുണ്ട്. ഒന്നും പറയണ്ടടാ പീറ്ററെ. രാവിലെ തുടങ്ങിയതാ അവൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്. ഞാൻ പറഞ്ഞു മടുത്തു. ഇപ്പൊ ഇതാ കണ്ടില്ലേ, വഴക്കിട്ട് റൂമിൽ കയറി വാതിലടച്ചിരിക്കുക. അതിനുവേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എനിക്കറിയില്ല. എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ദേഷ്യമാ. ഒരു കാരണമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാണെന്ന് ചോദിച്ചാ അപ്പൊ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് ദാ ഇതുപോലെ റൂമിൽ കയറി കിടക്കും. അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് എവിടെയെങ്കിലും പോയിരിക്കും. ഏയ്, അതൊക്കെ ശരിയായിക്കോളും. അവള് കൊച്ചുകുട്ടിയല്ലേ ചേച്ചി. ഉം. പിന്നെ ചേച്ചി, ആ കുറെയൊക്കെ നമ്മള് കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. അവള് നഴ്സറി കുട്ടിയൊന്നും അല്ലല്ലോ. എന്നുവെച്ച് അവള് പറയുന്നതെല്ലാം ശരിയാണെന്ന് കരുതി അങ്ങ് സമ്മതിച്ചു കൊടുക്കണോ? അതെങ്ങനെയാ? ദേ, ഇത് തന്നെയാ കുഴപ്പം. ആ അവളെന്തെങ്കിലും പറഞ്ഞാ ചേച്ചി അതിനിരട്ടിയായിട്ട് തിരിച്ചു പറയും. പിന്നെ എങ്ങനെ അവൾക്ക് ദേഷ്യം വരാതിരിക്കുന്നേ? ഇരട്ടിയായിട്ടോ? അവൾ എന്തു പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെട്ടൊന്നും പറയാറില്ല. ദേഷ്യപ്പെട്ടൊന്നും പറയാറില്ല. പക്ഷേ പ്രവൃത്തിയിലും സംസാരത്തിലെല്ലാം മനുഷ്യരെ ചങ്ങല കിട്ടതുപോലെയാ. അങ്കിളിന് അറിയാമോ, ദേ ഈ പൊട്ട ഫോണാ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കൊരു പുതിയ ഫോൺ വേണോന്ന് പറഞ്ഞത് തെറ്റാണോ? ഒന്ന് കോളേജിൽ നിന്ന് വരാൻ വൈകിയ ചില കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഞാനൊരു കൊച്ചുകുട്ടിയല്ലെന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മോളെ, ദേ അങ്കിളെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ അനുസരിക്കാം. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വരരുത്. ഞാനേ ഈ വീട്ടിലെ അടിമയൊന്നുമല്ല. അതൊന്നും ഓർക്കുന്നത് നല്ലതാ. എന്റെ ആവശ്യങ്ങൾ അറിയാൻ സാധിച്ചു തരുമ്പോഴാ എനിക്ക് അനുസരിക്കാനും സ്നേഹിക്കാനും ഒക്കെ തോന്നുന്നത്. അല്ലാതെ നാഴികക്ക് 40 വട്ടം എന്നെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോഴല്ല. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ഹെബ്രായർ 12-ാം അധ്യായം 11-ാം വാക്യം. ചേച്ചി കരയാതിരിക്കേ. അവളീ പറഞ്ഞൊന്നും ചേച്ചി കാര്യമാക്കണ്ട. നിനക്കറിയാവുന്നല്ലേ പീറ്ററെ, ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ടും അവൾ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോ. ചേച്ചി, അവളീ കാണിക്കുന്ന ദേഷ്യം അത് ചേച്ചിക്ക് അവളോടുള്ള സ്നേഹം മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമില്ല. മറിച്ച് ചേച്ചിയുടെ സ്നേഹം അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ അവൾക്കാവുന്നില്ല. കാരണം അതിനുള്ള പക്വത അവൾക്കായിട്ടില്ല. ചേച്ചി വിഷമിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. നിനക്കറിയില്ല പീറ്ററെ, ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നത് അവളുടെ ഈ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാനാ. അവൾ നന്നായി വരാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവള് ചോദിക്കുമ്പോ സത്യം പറഞ്ഞ പേടിച്ചിട്ടാ ഞാൻ അതൊന്നും സാധിച്ചു കൊടുക്കാത്തത് പീറ്ററെ. പക്ഷേ അവൾ അതൊന്നും ആ രീതിയിലല്ലേ ചേച്ചി കാണുന്നത്. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളിലെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വേഗം അവൾക്കില്ല. സ്നേഹക്കൂടുതലുകൊണ്ട് ചേച്ചി കൊടുക്കുന്ന ഈ കെയർ പോലും അവൾക്ക് ഇന്നൊരു ഡിസ്റ്റർബൻസാ. എനിക്കറിയില്ല പീറ്ററെ, പേടിയാ എനിക്കിപ്പോ. ഇങ്ങനെ പോയാ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമോന്നുള്ള പേടി.
ശേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി. ചേച്ചി കണ്ടോ, അവൾ ഈ ദേഷ്യമൊക്കെ മാറ്റി ഒരു നല്ല കുട്ടിയാവും. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, സെന്റ് ജോസഫ് കോൺവെന്റ് അല്ലേ? ആ ആനി സിസ്റ്റർ ഒന്ന് വിളിക്കാവോ? പീട്രേട്ടനും സിമിച്ചേച്ചിയും ഇന്നലെ എന്നെ വിളിച്ച് പറയുമ്പോഴാ ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നത്. നീയും റൂസിയാന്റിയും തമ്മിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എന്താ മോളെ കാരണം? എന്തു പ്രശ്നം? സിസ്റ്റർ വിചാരിക്കുന്ന പോലെ ഞാനും അമ്മയും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പീറ്ററുകൾ ചുമ്മാ പറഞ്ഞതാവും. അവര് ചുമ്മാ പറഞ്ഞതാണെന്ന് വെക്കാം, പക്ഷേ റൂസിയാന്റി പറഞ്ഞതോ? അമ്മയോ? അതെ. എന്താ കാര്യമെന്നറിയാൻ ഞാൻ ഇന്നലെ ആന്റിയെ വിളിച്ചിരുന്നു. ആ മനസ്സിന്ന് മോളെ കുറിച്ചോർത്ത് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മോൾക്കറിയാമോ? വിഷമം സിസ്റ്റർക്ക് അറിയാഞ്ഞിട്ടാ. എന്നെ കുറിച്ചോർത്തമ്മ വിഷമിക്കുന്നുണ്ടത്രേ. സത്യത്തിൽ അമ്മയുടെ പെരുമാറ്റം കാരണം ഞാനാ വിഷമിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ വീട്ടിൽ അടച്ചുപൂട്ടിയിട്ട് ഒരു മൃഗത്തെ വളർത്തുന്ന പോലെയാ അമ്മ എന്നെ വളർത്തുന്നത്. എന്റെ കാര്യത്തിൽ നടക്കുന്നത് മുഴുവൻ അമ്മയുടെ ഇഷ്ടങ്ങളാ. ഞാൻ ഇത്രയുമായൊരു പെൺകുട്ടിയല്ലേ. എന്റെ കാര്യത്തിൽ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളില്ലേ? അതൊക്കെ അമ്മ എന്താ മനസ്സിലാക്കാത്തത്? അമ്മ മനസ്സിലാക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം നിനക്ക് സാധിച്ചു തരാൻ കഴിയാത്തതിന്റെ കാരണം നീ ഇപ്പൊ പറഞ്ഞത് തന്നെയാ. മോൾ ഇത്രയായൊരു പെൺകുട്ടിയല്ലേ. കൺമുൻപിൽ കാണുന്നതെല്ലാം ശരി എന്ന് തോന്നുന്ന പ്രായമാ നിന്റേത്. അവിടെ നിന്നെ സഹായിക്കേണ്ടതും തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചു തരേണ്ടതും നിന്റെ മാതാപിതാക്കളാ. അത് അവരുടെ കടമയാ. നിന്റെ അപ്പച്ചൻ ഇവിടെ ഇല്ലാത്തതിന്റെ പേരിൽ അമ്മച്ചി അത് ചെയ്യുന്നു. ദാ ഇത് തന്നെയാ കുഴപ്പം. നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം ഞാൻ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാന്നാ. സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ എനിക്കിപ്പോ ഉണ്ട്. അതിലെനിക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. അത് മനസ്സിലാക്കാതെ 24 മണിക്കൂറും സകല കാര്യങ്ങളിലും ഇങ്ങനെ പിന്നാലെ നടക്കുന്നതേ സ്വാർത്ഥത കൊണ്ടാ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യരുതെന്ന സ്വാർത്ഥത കൊണ്ട്. അതിനൊക്കെ വക്കാലത്ത് പറയാൻ പീറ്ററങ്കിളും ഇപ്പതാ സിസ്റ്ററും. ഞാൻ ആരുടെയും വക്കാലത്ത് പറയുന്നതല്ല മോളെ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മോളെ, നീ ഇപ്പോൾ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ. എല്ലാ കാര്യങ്ങളിലും നീ നിന്റെ ഇഷ്ടവും നിന്റെ സന്തോഷവും മാത്രമേ നീ നോക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളെക്കാളേറെ നാം വില കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്കല്ലേ. ചുരുങ്ങിയത് അവർ ജീവിച്ചിരിക്കുന്ന കാലം വരെയെങ്കിലും. ഇന്ന് നിന്റെ ചുറ്റിലുമുള്ള സുഹൃത്തുക്കളിൽ പലരും നിന്റെ സമ്പത്തും സൗന്ദര്യവും കണ്ട് കൂടെ കൂടിയവരാ. അവരൊക്കെ നിന്നെ വിട്ട് പോവുകയും ചെയ്യും. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമ്മളോടൊപ്പം ഉണ്ടാവുക നമ്മുടെ ദൈവവും മാതാപിതാക്കളും മാത്രമാണ്. ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാ അവരുടെ മാതാപിതാക്കള്. കർത്താവിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനോളം വിലയുണ്ടാവും ക്ഷമയോടെ, അനുസരണയോടെ, സ്നേഹത്തോടെ പെറ്റമ്മയ്ക്ക് മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞാൽ. സിസ്റ്റർ, മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18-ാം അധ്യായം 16-ാം വാക്യം. മോളെ, നമ്മുടെ ഇടയിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും അതിവേഗം പരിഹാരമുണ്ടാകും എന്നതാണ് സത്യം. സ്നേഹത്തിൻ്റെയും
അന്യോന്യം പരിഗണനയുടെയും അഭാവമാണ് പല പ്രശ്നങ്ങളുടെയും മൂലകാരണം. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നത് ആകസ്മികമായി സംഭവിക്കുന്ന കാര്യമല്ല. അത് സാഹചര്യം കൊണ്ട് സംഭവിക്കുന്നതുമല്ല. നേരെ മറിച്ച് അത് ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ നാം തിരഞ്ഞെടുക്കുന്ന ജീവിതം പ്രസക്തമായൊരു ജീവിതമാകണ്ടേ? അതിന് നമ്മെക്കുറിച്ച് അവിടത്തേക്കുള്ള പ്ലാനും പദ്ധതിയും അനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജീവിത ദുഃഖങ്ങൾ താങ്ങാനുള്ള ശക്തിക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ വിവേകപൂർണമായിട്ടുള്ളത്? അതാണ് ദൈവത്തിന് ഏറെ സ്വീകാര്യമായിട്ടുള്ളതും. മോളെ, നിന്റെ അമ്മയുടെ സ്നേഹം വെറും സ്വാർത്ഥമായിട്ട് നിനക്കെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ചിന്തിക്കുന്നതിനോളം വലിയ പാപമില്ല. നിന്നെ കൊണ്ട് ഇപ്പൊ അങ്ങനെയെല്ലാം ചിന്തിപ്പിക്കുന്നത് ചെകുത്താനാ. ദൈവത്തിലേക്കുള്ള വഴി അതല്ല. ഇന്ന് നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ പ്രാപ്തിയുള്ളവരാ നിന്റെ അപ്പനും അമ്മയും. പക്ഷെ അതുമൂലം നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അത് കണ്ട് ദുഃഖിക്കാനും അവര് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഈ കാണുന്നതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. നിനക്ക് മുന്നിൽ ജീവിതം ഇനി ഒരുപാടുണ്ട്. ഇന്ന് സ്വന്തം അമ്മയെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ നിനക്ക് നിന്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? നീ ചിന്തിക്ക്. മനസ്സും ശരീരവും ശുദ്ധമാക്കി കർത്താവിനോട് അപേക്ഷിക്ക്. ഇനിയെങ്കിലും അപ്പന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ ശ്രമിക്ക്. മോളെ, തീർച്ചയായും നീ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണം. ഞാൻ ആൻഡ്രൂസ് അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വീടെത്തി. മോളെ, എന്താടാ, എന്താ അവളൊന്നും മിണ്ടാതെ പോയത്? അറിയില്ല ചേച്ചി. ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോന്നപ്പോ മുതൽ എന്നോടും ഒന്നും സംസാരിച്ചിട്ടില്ല അവള്. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ സ്നേഹം തിരിച്ചറിയാതെ അമ്മ പറയുന്നതെല്ലാം വെറും സ്വാർത്ഥതയായി കരുതിക്കൊണ്ട് വകവയ്ക്കാതിരുന്നിട്ടുണ്ട്. ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. എല്ലാം എന്റെ അറിവില്ലായ്മ കൊണ്ടാ. എന്റെ മോൾക്കറിയാതെ പല കാര്യങ്ങളിലും എന്റെ മോൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഈ അമ്മയും പെരുമാറിയിട്ടുണ്ട്. അതെല്ലാം
മോളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന്. ഇപ്പൊ എനിക്കെല്ലാം അറിയാമേ. ഞാൻ ചിന്തിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും ഒന്നുമല്ല ശരിയായ വഴിയെന്ന് ആനി സിസ്റ്റർ പറയുമ്പോഴാ ഞാൻ തിരിച്ചറിയുന്നത്. അതുവരെ എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്നത് ചെകുത്താനാണെന്നും ദൈവത്തിലേക്കുള്ള വഴി മറ്റൊന്നാണെന്നും സിസ്റ്റർ എനിക്ക് മനസ്സിലാക്കി തന്നു. മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ അവരുടെ ആഗ്രഹം പോലെ അവരെ സ്നേഹിച്ച് അവരെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യമെന്ന് ഈ ധ്യാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. എന്റെ അമ്മയെ ഞാൻ ഒരുപാട് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. എന്റെ കർത്താവേ, എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മോളെ നീ എനിക്ക് തിരികെ തന്നു. ഇനിയുള്ള കാലം നിന്നോട് ചേർന്ന് നിന്റെ വഴിയിൽ ജീവിക്കാൻ എന്റെ മോളെ നീ അനുഗ്രഹിക്കണേ കർത്താവേ. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 37 അധ്യായം 27-15 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.